ഹായ് ഹലോ ഗൈസ്, റാഫി സ്റ്റോറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാനും വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ പലരുടെയും ഉത്തരം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ പണം, സമ്പാദ്യം, കുടുംബം, യാത്ര, ഫുഡ്, അതുപോലുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഓരോരുത്തരുടെ ഒറ്റവാക്കുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്നും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിൻ്റേത് കൂടെ ഹാപ്പിനെസ് അല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതെല്ലാം അവരുടെ ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളും ഓരോരുത്തരുടെ ചോയ്സുകളുമാണ് അവർ പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യാനോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൾവേസ് ഹാപ്പി ആയിരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫേക്ക് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മൾ പുറത്ത് കാണിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് എന്ത് ഫേക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം കണ്ടെത്താതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്നോ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താനായി നമ്മൾ ശ്രമിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതല്ല, നമ്മളിൽ നിന്നും നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ തന്നെ നമ്മൾ നീക്കുമ്പോൾ തന്നെ നമുക്ക് നീക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നമ്മൾ സന്തോഷിക്കുക. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളിലും കൂടി നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? അത് ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ ഓരോ മൊമെൻറ്റുകളും അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക? ഹാപ്പിനെസ്, സന്തോഷം കണ്ടെത്താതിരിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ നമ്മൾ സന്തോഷവാനായിരിക്കും, പക്ഷേ അതൊന്നും ഒരിക്കലും ശാശ്വതമല്ല എന്നാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരിൽ നിന്നും സന്തോഷം കിട്ടിക്കൊള്ളണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു സന്തോഷം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വീണ്ടും ഡിപ്രസ്ഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് നമ്മൾ തളർന്നു പോകും. അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കുക? അപ്പോൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു സന്തോഷത്തെ നമ്മൾ തേടാതിരിക്കുക എന്നുള്ളതാണ്. അത് സന്തോഷിക്കാനായി നമ്മൾ 3-4 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നോർമലി നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ഡെയിലി ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. എൻജോയ് സ്മോൾ തിങ്സ്. ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കാതെ ദിവസേനയുള്ള ചെറിയ ചെറിയ നേട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? ആസ്വദിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ട്? ഉള്ളു തുറന്ന് നന്ദി പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും കിട്ടും. നമ്മൾ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിന് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? നാച്ചുറൽ റിലേഷൻഷിപ്പ്. കുടുംബ ബന്ധങ്ങളോടും സുഹൃത്ത് ബന്ധങ്ങളോടും നമ്മൾ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തേതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്. നാലാമത്തെ കാര്യം ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസേന വ്യായാമം ചെയ്യുകയും ഉറക്കത്തെ പ്രോപ്പറാക്കുകയും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുക. അതാണ് ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വർത്തമാന കാലത്ത് ജീവിക്കുക എന്നുള്ളത്.
ലൈവ് ഇൻ ദ പ്രസന്റ്, വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് വിഷമിക്കുകയും വരാനുള്ള ഭാവിയെക്കുറിച്ച് അനാവശ്യമായി ആകുലപ്പെടാതെയും ഇന്നത്തെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പോയിന്റ്, ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് കെയർ, സ്വയം സ്നേഹിക്കുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. സ്വന്തം സന്തോഷം കണ്ടെത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം, മാക്സിമം ഫോളോ അപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എന്തായിരിക്കും, നമുക്ക് ആൾവൈസ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മളത് പകർത്താനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.